നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് +2 റെഗുലറുകാർക്കുള്ള മെട്രിസസിലെ ഒരു അടിപൊളി ക്വസ്റ്റനാണ്. മെട്രിസസും ഡിറ്റർമിൻസും കുട്ടികൾക്കെല്ലാം ഇത്തിരി ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം നല്ലപോലെ ഇങ്ങനെ എഴുതി പേപ്പർ അങ്ങ് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ഡിറ്റർമിൻസും 2 ചാപ്റ്റേഴ്സാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഏകദേശം 13 മാർക്കാണ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ളത്. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് തെറ്റാൻ വളരെ സാധ്യതയാണ്. തെറ്റിയാൽ നമുക്കിട്ട് അറിയത്തുമില്ല, നമ്മളങ്ങ് ചെയ്തു പോകും. ഈ തെറ്റിയെ കിട്ടിയ ആൻസറും കൊണ്ട് മുന്നോട്ടങ്ങ് പോവുക. പക്ഷേ ഇതെല്ലാം മാർക്ക് വരുമ്പോഴാണ് തെറ്റി എന്നൊക്കെയുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റുള്ള ചാപ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് തെറ്റിയാൽ ഉടനെ അറിയാം, ഇവിടെ അത് മാത്രം തിരിച്ചറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് നിങ്ങൾ ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ ഈ ചാപ്റ്ററിന് വേണ്ടി ഉപയോഗിച്ചേക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെറ്റുന്നത് വളരെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കണ്ടിട്ടും ഇല്ലെങ്കിൽ പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞു. നല്ല രീതിയിൽ കൂടെ ഫുൾ മാർക്ക് മാത്സിന് എത്താൻ വളരെ ഈസിയായിട്ട് എത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ കൂടെയുള്ള മെറ്റീരിയൽസ്, പിന്നെ നമുക്ക് ഓരോ എക്സാം വരുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ പാക്കേജ്, അതുകൊണ്ട് ചേരുമ്പോൾ അടിപൊളിയാവും. ഓക്കെ, അവൻ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഇന്നത്തെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരുന്നു. 1 -1 2 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേരിഫൈ ചെയ്യാനാണ്. വേരിഫൈ എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ ആണെന്ന് വെരിഫൈ ചെയ്യണം, പ്രൂവ് ചെയ്യണം. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റും സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റെയൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. 2/2 മെട്രിക്സ്, ഇത് 2 റോയും 2 കോളം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നത് നോക്കണം. അഡ്ജോയിൻ്റ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ വളരെ ഈസിയാണ്. ഈ 2 നമ്പറുകളെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. ദാറ്റ് മീൻസ് 3യെ കൊണ്ടുവന്ന് ഇവിടെ എഴുതണം, 1നെ കൊണ്ടുവന്ന് ഇവിടെ എഴുതണം. അപ്പോൾ ഇവരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. ഈ 2 നമ്പറുകളെ അവിടെ തന്നെ ഇടണം, ബട്ട് സൈൻ മാറ്റണം. സൈൻ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് -1 അല്ലയോ, +1. ഇത് +2 അല്ലയോ, -2. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടി. അപ്പോൾ വളരെ ഈസി ആയിട്ട് 2/2 കിട്ടും, ബട്ട് 3/3 ഇങ്ങനെ കിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിറ്റർമിനൻ്റ് ഇവിടെ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 1 -1 2 3 ഈസ് ഈക്വൽ ടു ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതൊക്കെ നോക്കണം. ഈ പ്രോഡക്റ്റ് ആദ്യം എഴുതണം മോനെ. 1 × 3 മൈനസ് ഇടുക. എന്നിട്ട് ഈ പ്രോഡക്റ്റ് രണ്ടാമത് എഴുതുക, 2 × -1. ആൻസർ 3 + 2 5. എങ്ങനെ പ്ലസ് ആയത്? ഈ മൈനസും ഈ മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മുടെ അഡ്ജോയിൻ്റ് ആയി, ഡിറ്റർമിനൻ്റ് ആയി. ഇനി നമുക്ക് ഈ വേരിഫിക്കേഷൻ ഒന്ന് ചെയ്യാം. എ ഇൻറ്റു അഡ്ജോയിൻ്റ്, അതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എ ആദ്യം അങ്ങോട്ട് എഴുതണം. 1 -1 2 3 ഇൻറ്റു അടുത്ത ആരാണ്? അഡ്ജോയിൻ്റ്. 3 1 -2 1. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് അല്ലേ, LHS. നെക്സ്റ്റ് RHS, രണ്ടും തമ്മിൽ ഈക്വലാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കണ്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ റോ വൈസായിട്ട് വരയിടുക, ഇവിടെ കോളം വൈസായിട്ട് വരയുക. 2 മെട്രിക്സുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് മെട്രിക്സിനെ റോ വൈസായിട്ടും സെക്കൻഡ് മെട്രിക്സിനെ കോളം വൈസായിട്ടും ഒന്ന് വരയിട്ടിട്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. നോക്കണം, ഈ റോ കൊണ്ട് എന്നിട്ട് ഈ ഫസ്റ്റ് റോ കൊണ്ട് ഈ ഫസ്റ്റ് കോളത്തിലുള്ളവരെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നോക്കണേ, 1 × 3 3 പ്ലസ് -1 × -2 +2. ഒന്നുകൂടെ പറയാം, 1 × 3 പ്ലസ് -1 × -2. പിന്നെ ഈ റോ തന്നെയാണ്, പക്ഷേ രണ്ടാമത്തെ കോളം 1 × 1 1 അല്ലേ, 1 × 1 1 പ്ലസ് -1 × 1 -1. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ ചെയ്തു, സെക്കൻഡ് കോളത്തിനെ ചെയ്തു. ഇനി കോളമില്ല, തീർന്നു, ക്ലോസ് ചെയ്തു. ഇനി അടുത്ത താഴോട്ട് ഇറങ്ങണം. ഇനി ഇതും കൊണ്ട് ഇതിനെയും ചെയ്യണം, ഇതും കൊണ്ട് ഇതിനെയും ചെയ്യുമ്പോൾ ഇവിടെയും ഇവിടെയും കിട്ടും. ഓക്കെ, ഇതും കൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ 2 × 3 6 പ്ലസ് 3 × -2 -6. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ. നെക്സ്റ്റ് ഇതുകൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ 2 × 1 2 പ്ലസ് 3 × 1 3.
ആൻസർ വരുമ്പോൾ 3 + എത്ര മോനെ 5 0 0 5 നിർത്താം, അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ അവിടെ കൊണ്ട് നിർത്താം. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോഴും അത് കിട്ടിയാൽ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം. ആർ എച്ച് എസ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ. ഡിറ്റർമിനൻ്റ് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കിക്കേ. ഡിറ്റർമിനൻ്റ് കിട്ടിയത് 5 അല്ലേ മോനെ, ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ആരാ മോനെ? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. ഇവിടെ നമുക്ക് ഓർഡർ 2 അല്ലയോ, 2 റോയും 2 കോളം അല്ലയോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആരാന്ന് ചോദിച്ചാൽ 1 0 0 1 1 0 0 1. ഇപ്പോൾ 5 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും നോക്കിക്കേ മോനെ. 5 × 1 5, 5 × 0 0, 5 × 0 0, 5 × 1 5. കഴിഞ്ഞു. നോക്കിക്കേ, LHSഉം RHSഉം തമ്മിൽ എന്തായി? ഈക്വലായി. അങ്ങനെ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ LHS ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, ദെർഫോർ റിസൾട്ട് ഈസ് വെരിഫൈഡ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരാളൊന്നും മറക്കാവുന്ന ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ടവനെ നമുക്ക് എളുപ്പം പഠിച്ച് വളരെ എളുപ്പത്തിൽ മാത്സിനെ നമുക്ക് ഇപ്പോൾ എൻട്രൻസോടുകൂടി ജോയിൻ ചെയ്യുവാണെങ്കിൽ ഫീസിന് വളരെ കുറവുണ്ട് 1 ഇയറിന്. ഓക്കെ, നല്ല രീതിയിൽ കൂടെ പഠിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് തന്നുകൊണ്ടേയിരിക്കും. നല്ലപോലെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എൻട്രൻസും ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.